കൂട്ടുകാരെ വന്നൂട്ടോ. ഇന്ന് ഞങ്ങള് ഒരു തലവേദ പോവാണേ. അതെവിടെയാണ് പിന്നെ പറയാം. വീഡിയോസെല്ലാം കാണാം. നമ്മളെ കണ്ണനും വരുന്നുണ്ട്, കൂടെ നമ്മളെ ലിജോയും കൂട്ടിട്ടുണ്ട് കേട്ടോ. എന്തെല്ലാം രസം നോക്ക്, നമ്മളെ വയലും ഇതൊക്കെ കാണാന്. പണ്ടുണ്ടല്ലോ അമ്മയൊക്കെ അവിടെ ബസ് ഇറങ്ങിയിട്ട് അതിലേ നടന്നിട്ടാണ് വീട്ടിലോട്ട് പോകുക. ഇതിലൊന്നും വണ്ടി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിലേ നടന്നായിരിക്കും പോകുക. പിന്നെ എടാ ലിജോ, പിന്നെ പണ്ട് വാളാടേ ഞങ്ങള് വാളാട് താമസിച്ചോണ്ടിരുന്ന സമയത്ത് അവിടെ പുഴയില് വെള്ളം കയറും കേട്ടോ. അപ്പൊ നമ്മളെ വീടിന്റെ താഴെ വരെ വെള്ളം കയറും. ഭയങ്കര വെള്ളം കയറുന്ന സമയത്ത് ആ വീടിന്റെ താഴെ വെള്ളം എത്തുക. അപ്പൊ സ്കൂളൊക്കെ ലീവ് ഉള്ള സമയല്ലേ, ഈ കണ്ണനെയും കൂട്ടിയിട്ട് ഞാനെന്താ മറ്റേ നമ്മള് ചങ്ങാടം ഉണ്ടാക്കൂലേ, വാഴത്തട കൂട്ടിക്കെട്ടി എന്നിട്ട് ചങ്ങാടം ഉണ്ടാക്കിയിട്ട് അവനെ ഇതാക്കി പോയി. ഞാൻ നോക്കുമ്പോ പുറകിലൊരാള് ചൂരലും കൊണ്ട് നിക്കുന്നു. അച്ചാളും കിട്ടിയില്ല, എനിക്കും കിട്ടി, കണ്ണനും കിട്ടി. അടി ഇവൻ ചെറുതാ, കണ്ണൻ ചെറുതാ, എനിക്കും കിട്ടി. എന്നിട്ട് എന്റെ മോൻ അതൊക്കെ കിട്ടി. വെട്ടി മലത്തിയ രണ്ടര വെട്ടി വെച്ച് കാണുവന്നു. എടാ കൊല നമ്മൾ കാണുന്നില്ല. കണ്ട കാട്ടിക്കുളത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? 3 നമ്മളെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ. പിന്നെ നമ്മളെ മെയിൻ ടൗണുകള് ഒന്ന് കാട്ടിക്കുളം. നമ്മള് മെയിൻ ആയിട്ട് പോകുന്ന മാനന്തവാടിക്കാണ്. പിന്നെ എന്തേലും അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ കാട്ടിക്കുളം. മെയിൻ ആയിട്ട് പോകുന്നത് നമ്മള് മാനന്തവാടിക്കാണ്. ബീഫ് നല്ലത് കിട്ടുന്നത് ശരിയാ. അതെ, പോത്ത് നല്ലത് കിട്ടുന്നത് കാട്ടിക്കുളത്ത് തന്നെയാണ്. ഇതാണ് നമ്മളെ കാട്ടിക്കുളം ടൗൺ. നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇത് കുട്ടം തോൽപ്പെട്ടി ആ റൂട്ടാണ് കേട്ടോ. നല്ല കാട്ടിലൂടെയാണ് കേട്ടോ ഞങ്ങള് പോണത്. ഇനി വല്ല ആനേനെയോ കടുതേനെയോ ഒക്കെ കണ്ടാ ആദൂട്ടം കരയുന്നുണ്ട്, ആദൂട്ടം എടുക്കട്ടെ. ആനേനെയൊക്കെ കണ്ട ഞങ്ങള് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമ്മളങ്ങനെ കാട്ടിലോട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പൊ മഴയ്ക്കൊരു ചെറിയൊരു ശമനം ഉണ്ട്. ഞങ്ങള് കൊറേ കാട്ടിന്റെ ഉള്ളിൽ കൂടെ പോയി. കുറച്ചങ്ങ് പോയപ്പോ കൊറേ വണ്ടികളൊക്കെ അവിടെ നിൽക്കുന്നിടത്ത് ഞങ്ങൾ ഓർത്ത് വല്ല ആക്സിഡന്റ് എന്തെങ്കിലും ആണോ എന്ന്. പിന്നെയാണ് മനസ്സിലായത് അവിടെ നമ്മള് പറഞ്ഞൊരു സാധനം, എന്റെ ആനേനെ കാണാന്നുള്ള പ്രാർത്ഥനയിൽ വന്നതായിരുന്നു. അതാ അവിടെ നമ്മൾ ആനക്കുട്ടനുണ്ട്. ഞങ്ങൾ അധിക നേരം ഒന്നും എത്തിയിട്ടില്ല, എനിക്ക് പേടിയായിരുന്നു, അത് വേറെ കാര്യം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ട് അവിടെ നമ്മളെ തൊട്ട് മുമ്പിലുള്ള വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്താ പോകാൻ പറ്റിയില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കി. അതുകൊണ്ട് കിച്ചൂട്ടനൊക്കെ നന്നായിട്ട് ആനേനൊക്കെ കണ്ടിട്ട് അവനൊന്നും പേടിയില്ല. ഒരു 2-3 ആനകളുണ്ട്, ഒരു അമ്മയും കുഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കിച്ചൂട്ടൻ ആനേനെ കണ്ടതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന കേട്ടോ ഈ കാണുന്നത്. അടിപൊളിയായിരുന്നു, അവൻ ഹാപ്പിയായി. ആദൂട്ടിന് പിന്നെ അങ്ങനെ അറിയാനുള്ളതൊന്നും ആയില്ലല്ലോ, അവൻ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഒരു ചായ കുടിക്കാനൊരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അപ്പപ്പാറയൊക്കെ എത്തിയപ്പോ സിദ്ധുവേട്ടന് ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഞങ്ങളവിടെ കയറി ചായയും പാൽക്കേക്കൊക്കെ കഴിച്ചിട്ടോ. അടിപൊളിയായിരുന്നു. ചൂട്ടൻ പിന്നെ ബിങ്കോയിലോട്ടാണ്, ലേസിലോട്ടാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പൊ പാല് കൊണ്ടുവച്ചതാണ് കടയിലെ സിദ്ധുവേട്ടൻ. അത് ഫോട്ടോ 25 വർഷം മുമ്പ് തോൽപ്പെട്ടിയുള്ള ഫോട്ടോ ആണ്. സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്
നമ്മളെ നെത്രപ്പാലത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇറങ്ങുകയാണ്. ഇപ്പൊ മഴയ്ക്ക് ഒരു ചെറിയ ശമനമുണ്ട്. ഇപ്പൊ ഇറങ്ങുമ്പോ ചിലപ്പോ പെയ്യാൻ ചാൻസ് ഉണ്ട്. കിച്ചുമാ വരുന്നില്ലേ? ഇതാട്ടോ ഞങ്ങളെ മാമന്റെയും മേമേന്റെയും വീട് ഇതാ ഈ തൊട്ടടുത്താണ്. ഞങ്ങൾ ആദ്യം നിങ്ങളെ നെത്രപ്പാലം എക്സ്പ്ലോർ ചെയ്യാം. ഗൈസ്, ഇതാണ് നമ്മുടെ നെത്രപ്പാലം. ഉണ്ടോ? പണ്ടൊക്കെ നമ്മൾ കുറേ വന്നിട്ടുള്ള കേട്ടോ. ഇപ്പൊ ഈ പാലം ഫേമസ് ആയപ്പോഴാണ് ഈ സ്ഥലത്തിനൊന്നും നമുക്ക് വലിയ മിക്സ് ഇല്ലാണ്ടായിട്ട്. നമ്മളെ ആദൂട്ടനുണ്ട്, ലിജോയ് ഉണ്ട്, കണ്ണനുണ്ട്, ചൂട്ടം പോന്നു. മഴയാട്ടോ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വരാവേ. ബാ. ഞങ്ങളിവിടുന്ന് പോകുകയാണ്. വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങളിവിടുന്ന് ബൈ ബൈ പറയാം. ചേട്ടാ ബൈ ബൈ. സീ യു. കഴിഞ്ഞിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ കാളഞ്ചിലോട്ട്. നമുക്ക് അപ്പുറത്തെ വഴി കൂടെ നടന്നു വരായിരുന്നു. അപ്പൊ നോക്കുമ്പോ ഇപ്പൊ മഴയൊക്കെ ആയിട്ട് വെള്ളം കയറിയോണ്ട് നമുക്ക് അത്ര സേഫ് അല്ലല്ലോ. അതുകൊണ്ട് നമ്മള് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇതില് നടന്നു വന്നേ. കാണിച്ചു തരാവേ. കാളന്തിന്നോ? പണ്ട് നമ്മളെ ശ്രീകൃഷ്ണനില്ലേ, ദൈവം ശ്രീകൃഷ്ണൻ പണ്ട് പിന്നെ പശുക്കളില്ലേ കാലികളെ മേയ്ക്കാൻ വേണ്ടി വന്ന സമയത്ത് പിന്നെ ഇവിടെ കുളിക്കാൻ വന്നു. കുളിക്കാൻ വന്ന് ആ പാറയില്ലേ, ഇപ്പൊ വെള്ളം കയറിയതാണ്. ആ പാറേന്റെ അറ്റത്ത് കൃഷ്ണന്റെ കാൽപാദമൊക്കെ പതിഞ്ഞിട്ടുണ്ട്. അപ്പുറം സ്ഥലം അമ്മ കാണിച്ചു തരാം. അത്ര കുഞ്ഞിതല്ല. അത് തന്നെ കാർട്ടൂണിലൊക്കെ കാണില്ലേ, ലിറ്റിൽ കൃഷ്ണ അതൊക്കെ കാർട്ടൂണില്ലേ. ഇത് ഇച്ചിരി വലുതാ. കുഞ്ഞത് കാട്ടുന്നു. കഠിനമാണ് ഇവിടുത്തെ വഴികളൊക്കെ മഴയായതുകൊണ്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇനി ഞങ്ങൾ കാളന്തി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാട്ടോ. ഇനി തിരുനെല്ലിയിൽ വരുന്നവർ എന്തായാലും നമ്മളെ കാളന്തിയിലൊന്ന് വന്ന് കാണണം. ഇപ്പൊ മഴയായതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം കൂടുതൽ, ഇറങ്ങാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ആദ്യമൊക്കെ ആകുമ്പോ കുളിക്കാനും ഒക്കെ നമുക്ക് സൗകര്യം, ഇറങ്ങാനൊക്കെ. ഇപ്പൊ ഇച്ചിരി വെള്ളം നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ വരുന്നവർ ശ്രദ്ധിക്കാം, അട്ടയിട്ട് സൂക്ഷിക്കണം. ബൈ. കിച്ചോട്ടൊരു പുഴ കണ്ടപ്പോ ഇറങ്ങാൻ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞങ്ങള് അധികം വെള്ളമില്ലാത്ത ഒരു സൈഡ് നോക്കി ഇറങ്ങിയതാട്ടോ. എങ്ങനെയുണ്ട് ഇച്ചിട്ടാ? കാലൊക്കെ വേഗം കഴുകിക്കാം. കുളിക്കാന്നൊക്കെ വിചാരിച്ച് വന്നെയായിരുന്നു. പക്ഷെ മഴയും തണുപ്പും ഞങ്ങളെ ചതിച്ചു. ഇപ്പൊ നോക്കുമ്പോ നല്ല വെള്ളം ഒഴുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങക്ക് ഇറങ്ങാനൊരു ഭയം. ഇറങ്ങാൻ പാടില്ലല്ലോ, അപകടങ്ങൾ നമ്മളെന്തെങ്കിലും ക്ഷണിച്ചു വരുത്തുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോകുകയാണ്. ബൈ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. ചാനലിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.